സ്നേഹ ബഹുമാനമുള്ള വചനയാത്രക്കാർക്ക് പെന്തക്കോസ്ത തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ചിന്തകളെ 5 പോയിന്റുകളായി നമുക്ക് ക്രമീകരിക്കാം. 1. പെന്തക്കോസ്ത തിരുനാൾ അറിയപ്പെട്ടിരുന്നത് വിളവെടുപ്പിൻ്റെ തിരുനാളെന്ന് പുറപ്പാട് പുസ്തകം 23:16 ആഴ്ചകളുടെ തിരുനാളെന്ന് പുറപ്പാട് പുസ്തകം 34:22 ആദ്യഫലങ്ങളുടെ തിരുനാളെന്ന് സംഖ്യാപുസ്തകം 23:26 കാണുന്നുണ്ട്. പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ആഴ്ചയിലെ സാബത്ത് മുതൽ 7 ആഴ്ചകൾക്ക് ശേഷമുള്ള സാബത്ത് ദിനത്തിലാണ് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത്. പെന്തക്കോസ്ത എന്ന പേര് ഈ തിരുനാളിന് ലഭിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ലേവ്യരുടെ പുസ്തകം 23:15 തോബിത്തിൻ്റെ പുസ്തകം 2:1 കാണുന്നത്. ഈ തിരുനാളിൽ 7 കുഞ്ഞാടുകളെയും 1 കാളയെയും 2 മുട്ടാടുകളെയും ബലിയർപ്പിച്ചിരുന്നതായും മനസ്സിലാക്കുന്നുണ്ട്. ഈ തിരുനാൾ ദിനത്തിൽ യഹൂദർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളായ പരദേശികളെയും അനാഥരെയും വിധവകളെയും ലേവായരെയും ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചിരുന്നുവെന്ന് നിയമാവർത്തനം 16:11-12 വരെയുള്ള വചനങ്ങളിൽ വ്യക്തമാണ്. 2. വിളവെടുപ്പ് ഉത്സവമായി തുടങ്ങിയ പെന്തക്കോസ്ത തിരുനാൾ കാലക്രമത്തിലൊരു പുതിയ വ്യാഖ്യാനം നേടുകയുണ്ടായി. അത് നൽകുന്നത് യഹൂദ റബ്ബിമാരാണ്. സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് കൽപ്പന നൽകിയതിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 3. പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതാണ് പെന്തക്കോസ്ത ദിനം. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഈ ദിനത്തിലാണ്. 4. പരിശുദ്ധാത്മാവ് ധൈര്യം നൽകുന്നു, ഭയം ഇല്ലാതാക്കുന്നു. പരിശുദ്ധാത്മാവ് സമാധാനം നൽകുന്നു. പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മുഖം നവീകരിക്കുന്നു. വ്യക്തിയെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പുനഃക്രമീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്, കൊടുങ്കാറ്റാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം തൂത്തെറിയുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. യേശുവിൻ്റെ നിശ്വാസമാണ് പരിശുദ്ധാത്മാവ്. 5. യേശുവിൻ്റെ ID കാർഡ് 5 തിരുമുറിവുകളാണ്. അതാണ് യേശു ശിഷ്യരെ ബോധ്യപ്പെടുത്തുന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന യേശുവാണെന്നവരെ ഓർമ്മിപ്പിക്കുന്നു. യേശു തന്നെയാണ് ഉത്ഥാനം ചെയ്തു എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ഈശോ ഈ തിരുമുറിവുകൾ കാണിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കുവാൻ, അവിടുത്തെ ആത്മാവാൽ നിറഞ്ഞ് ഈ ലോകത്ത് ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് സഭാജീവിതം മുന്നോട്ട് പോകുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.